അപ്പോൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പേൾ കോട്ടൺ ത്രെഡാട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അറ്റം ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ടൂലിപ്പിൻ്റെ നീഡിലാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ്, അപ്പോൾ സ്റ്റാർട്ടിങ് നോട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ അത് കണ്ടു നോക്കാം. ഇനി ഈ ഒരു ലൂപ്പ് നേരെ റിവേഴ്സ് ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ത്രെഡ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് അവിടെ തന്നെ അടുത്ത ഒരു ലൂപ്പ് ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രെയിമിൻ്റെ താഴെയുള്ള നൂല് അഡ്ജസ്റ്റ് ചെയ്ത് താഴത്തേക്ക് വലിക്കുക. നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഒന്നാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ അടുത്ത ഒരു ലൂപ്പ് ഇതുപോലെ എടുത്തു കൊടുക്കാം. അപ്പോൾ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 പാർട്ടായിട്ട് തിരിച്ചിട്ട് 3 വീഡിയോ ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ഈ 3 മിനിറ്റിൽ തന്നെയുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കത്തക്ക രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പം ഇത്തിരി നീളത്തിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴും ഇതുപോലെ തന്നെ കുറച്ച് നീളത്തിലിട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ രണ്ടാമത്തെ ആ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ 3ാമത്തെ ലൂപ്പ് എടുക്കുകയാണ്. ഇതിപ്പോൾ പേൾ കോട്ടൺ ത്രെഡ് ആയതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പം 12ൻ്റെ നീലിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം ഈ ഒരു നൂല് നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ടഫാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് നൂലെടുത്തത്. ഇതിൻ്റെ പേര് പേൾ കോട്ടൺ ത്രെഡ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പേൾ കോട്ടൺ ത്രെഡ് ഒന്നും എടുക്കണ്ട, നോർമൽ ആയിട്ടുള്ള ത്രെഡിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സെറി ത്രെഡ് വെച്ചിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ അടുത്ത ഒരു ലൂപ്പും കൂടെ അതിൻ്റെ ഉള്ളിലൂടെ എടുത്തു കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ അടുത്തത് ഇതിൻ്റെ എൻഡ് നോട്ട് ഇട്ടാണ് നമ്മളിത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എൻഡ് നോട്ട് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതും വീഡിയോ ഞാൻ ചെയ്തിട്ട് 3 പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഒരു ലൂപ്പ് ഇതുപോലെ എടുക്കുന്നുണ്ട്. ഇനി നമ്മളിതാ ആ മറ്റേ ലൂപ്പ് പകുതിക്ക് നിൽക്കുന്നില്ലേ, ആ ഭാഗത്ത് നിന്ന് വീണ്ടും ഇതുപോലെ ഒന്ന് വെച്ച് താഴെ നിന്നും ഇത് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.